ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നാട്ടിൽ എക്സാം ആണ് നടക്കുകയല്ലേ. എക്സാം നടക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ സ്റ്റഡി ലീവുള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ പഠിച്ചും പഠിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ എന്താ പറയുക ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റഡി മെത്തേഡ് പറഞ്ഞുതരാം. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പേ അല്ലെങ്കിൽ 1 മാസം മുമ്പേ ഒരാഴ്ച മുമ്പേ ഒന്നും എടുത്തു വെച്ച് പഠിക്കാറില്ല. ഞാൻ എന്താ പറയുക കോമൺ ആയിട്ട് എക്സാമിൻ്റെ തലേ ദിവസം അതായത് പഠിക്കുന്നത്. എക്സാം ഇപ്പോൾ നാളെയാണ്, ഞാൻ ഇന്ന് രാവിലെ എടുത്ത് വെച്ച് പഠിക്കും. ഞാൻ പഠിക്കുമ്പോൾ ഫുൾ ടൈം ഇരുന്ന് പഠിത്തം ഇല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് നടക്കും, പഠിത്തം ആ വഴിക്ക് നടക്കും. അങ്ങനെ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സബ്ജക്റ്റ് റിലേറ്റഡ് ഇപ്പം എന്താ പറയുക ഫിസിക്സ് ആണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിൽ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഫിസിക്സിൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. ഫിസിക്സിൻ്റെ ക്ലാസ്സിൻ്റെ റിവിഷൻ വീഡിയോസ് എടുക്കാം. റിവിഷൻ വീഡിയോസിൽ അവർ മെയിനായിട്ട് വരുന്ന സാധനം മാത്രം പറയും, നോട്ട് ദ പോയിന്റ്. ഞാൻ പറയുന്ന സംഭവം അതുപോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പാസ് മാർക്ക് കിട്ടും. പാസ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും. കാരണം എനിക്ക് +1 എത്തിയ ടൈമിലാണ് ഫോൺ കിട്ടുന്നത്. ഫോൺ കിട്ടിയ സമയത്താണ് ഞാൻ യൂട്യൂബിൽ ക്ലാസ് കണ്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഫിസിക്സ് എക്സാം എന്ന് വിചാരിക്കും. ഫിസിക്സ് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്, നാളെയാണ് നിങ്ങൾക്ക് എക്സാം, ഇന്നാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് ആ വീഡിയോ ഓണാക്കി ഒരു ബുക്ക് മുമ്പിൽ വെച്ചിരിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഫോൺ എയറോപ്ലെയിൻ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ഫോണിൽ, അത് ഓൺ ചെയ്തിടുക. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ മെസ്സേജസ് വരാം, കോളുകൾ വരാം, അതേപോലെ തന്നെ ചില നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ പല നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രാക്ഷൻ വരും. അതായത് ഈ മെസ്സേജസ് അങ്ങനെ വരിക, അല്ലെങ്കിൽ കോൾ വരിക, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മനസ്സങ്ങട്ട് ചാഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എയറോപ്ലെയിൻ മോഡ് ഓണാക്കി വെച്ചതിന് ശേഷം പഠിക്കാനിരിക്കുന്നത് ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ അരമണിക്കൂർ ആയിക്കോട്ടെ, കണ്ടിന്യൂസ് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ പഠിക്കുന്ന സമയം നിങ്ങളെ മനസ്സാടിയായിരിക്കും, അതായത് നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം പഠനത്തിൽ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പോയിന്റ് എന്താ, യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണാം. ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിവിഷനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ മടിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്ര മണിക്കൂറിൽ വെറുതെ വേസ്റ്റ് ആവില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഒന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നിങ്ങൾ കാണുന്ന സമയത്ത് 1x അല്ലേ ഉണ്ടാകുക, നമ്മൾ 1.5 കാണും. 1.5 കാണുന്നത് എന്താണ്, സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രത്തോളം സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. ചില സാറന്മാർക്ക് ഭയങ്കര ലാഗ് അടിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് തിങ് ഈസ്, നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം പാരഗ്രാഫായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം നിങ്ങൾ പോയിൻ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. ആൻഡ് ഈ പോയിൻ്റ് ഓർമ്മ വരുമ്പോൾ നമുക്ക് പോയിൻ്റായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പോയിൻ്റ് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, വിസ്തരിച്ചിട്ട്, അതായത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് തേർഡ് പോയിന്റ് ഈസ്, നിങ്ങൾ യൂട്യൂബ് കണ്ട് ഈ പോയിൻ്റാക്കി വെച്ച സാധനം ഉണ്ടാവുമല്ലോ, പോയിൻ്റാക്കി വെച്ച സാധനം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാലും ചില സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രങ്ങളുണ്ടാവും. ഇപ്പം എന്താ പറയുക, ഫിസിക്സിനാണെങ്കിൽ ഗ്രാഫ് ഉണ്ടാവും, അല്ലാണ്ടും ഗ്രാവിറ്റിയും സംഭവങ്ങളൊക്കെ പറയുന്ന സംഭവം എന്താ പറയുക, കുറേ ചിത്രങ്ങളുണ്ടാവും, ടേബിൾ ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചു വെക്കും. കാരണം നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഇപ്പം ബയോളജിയിൽ ഇപ്പം ഹാർട്ടിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അല്ല പോട്ടെ, ഞാൻ ഇപ്പം ഇലക്ട്രോണിക് സബ്ജക്റ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് കൂടുതൽ സർക്യൂട്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കമ്പോണൻസിനെ പറ്റിയിട്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒരു വലിയൊരു 7 മാർക്കിന് ചോദ്യം വരുന്നതാണെങ്കിൽ, ഇപ്പം എന്തായാലും ഒരു സബ്ജക്റ്റിനെ പറ്റി ചോദിക്കുന്നതാണ്, ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതിൽ സർക്യൂട്ട് വരച്ചു കൊടുക്കാൻ പറ്റും. സർക്യൂട്ട് വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഒരു ചിത്രം തന്നെ, ആ ചിത്രമല്ല എന്താ പറയുക, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാമെന്ന് വിചാരിക്കും. ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ അവർ മാർക്ക് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെൻ്റെ മിസ് പറഞ്ഞൊരു വഴിയാണ് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നത്. 5 മാർക്കിൻ്റെ 3 മാർക്ക് ചിത്രത്തിനും ബാക്കി 2 മാർക്ക് മാത്രമേ ഡിസ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾ അതിനെ പറ്റി എഴുതുമല്ലോ, അതിനും വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിത്രം വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിത്രങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ ചിത്രം നോക്കി പഠിക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ അത് വേണം, വരച്ച് തന്നെ പഠിക്കും. വരച്ച് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാം. വരച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയാം. സോ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എഴുതി പഠിക്കുക. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല, ഞാൻ പറഞ്ഞ വീഡിയോ കാണാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ട് വീഡിയോ കാണും, അതായത് ഒരു മനസ്സിലാവുമല്ലോ, അങ്ങനെ കാണാം. അതിനുശേഷം നിങ്ങളിപ്പം ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ ഇന്ന ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ആ ടോപ്പിക്ക് ഓക്കെ ഫസ്റ്റ് നിങ്ങൾ കേൾക്കുക, അതിനുശേഷം എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുറേ ടൈം എടുക്കില്ല, കുറേ സമയം എടുക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ പാരഗ്രാഫൊക്കെ വായിച്ച് പോകുന്ന സമയം അത്രയൊന്നും എടുക്കില്ല. റിവിഷൻ ടൈമിൽ വേമ്പേ അവർ പറഞ്ഞു. അപ്പോൾ ആ സംഭവം പോയിൻ്റായിട്ട് എഴുതി വെക്കുക. ആൻഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതുമ്പോൾ
പോയിന്റ് ആയിട്ട് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു പോയിന്റ് നിങ്ങൾ ക്ലാസ് കേൾക്കും, ഈ പോയിന്റ് എഴുതുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റ് ഓർമ്മ വരുമ്പോൾ ഓക്കെ ഈ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നല്ലോ എന്നുള്ള മൈൻഡിൽ നിങ്ങൾ എഴുതും. ആൻഡ് ഈ എഴുതാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എനിക്കൊരു അനുഭവം, എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞാൽ എഴുതി പഠിക്കാനുള്ളത്. കാരണം എനിക്ക് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. BHSCക്കാർക്ക് അറിയാൻ പറ്റും. ഇത് മലയാളം പോലെ കടൽ പോലെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ്. അപ്പം ഈ സബ്ജക്റ്റ് സംഭവിച്ചാൽ കൊറോണ വന്ന് അടച്ച സമയത്ത്, അടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഇതിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് കിട്ടിയ സമയത്ത് പഠിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്നതും സത്യം പറയാം കടൽ പോലെ പഠിക്കാനുണ്ട്. ഞാനാണെങ്കിൽ മിസ്സിങ്ങനെ ക്ലാസ് എടുത്ത് പോകും, എഴുതിപ്പോകും എന്നല്ലാണ്ട് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഡെയിലി പഠിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, ഞാൻ മലയാളം പോലെ തന്നെ എഴുതാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ടോപ്പിക്ക് തന്നു. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ തന്നെ ഒരു 5-10 പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇഷ്ടം പോലെ എഴുതാനുണ്ടാവും. സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റ്, ആ ഒരു ടോപ്പിക്ക് തന്നെ ഒരു ചാപ്റ്റർ പോലെ നമുക്ക് പഠിക്കാനുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്, കസിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഈ എക്സാം തുടങ്ങുന്നതിന് മുമ്പേ കസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ പഠിക്കാൻ ബുക്ക് തുറന്ന സമയത്ത് എൻ്റെ കിളി അങ്ങ് പോയി. ഞാൻ പിന്നെ കരച്ചിലെത്തിയ ഞാൻ പഠിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു. പിന്നെ ഞാനത് റിവൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് എനിക്കത് മൈൻഡിൽ നിൽക്കുന്നില്ല. ഞാൻ കരയാൻ തുടങ്ങി. പൊളിച്ചെന്താ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഠിച്ചിട്ടൊന്നും മൈൻഡിൽ നിൽക്കുന്നില്ലടാ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, എനിക്കൊന്നും എന്താ പറയുക ഒരു തലയിൽ കയറാത്തൊരു തോന്നൽ. അപ്പോൾ ഞാൻ പറയാം വീട്ടിൽ പോയേക്കാം, ചിലപ്പോൾ സ്ഥലം മാറിയതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി ഞാൻ വീട്ടിൽ പോയേക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് വായിച്ച് പഠിച്ചു, തലയിൽ കയറിയില്ല. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് കേട്ടു, തലയിൽ കയറിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എഴുതി പഠിക്കാൻ തുടങ്ങി. ഞാൻ എഴുതി പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എഴുതി പഠിക്കുമ്പോൾ പോയിൻ്റ് പഠിച്ചു. അതായത് നോട്ടിലുള്ള സാധനം ജസ്റ്റ് അതിൻ്റെ എന്താണോ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ പോയിന്റ് പഠിച്ചു. പിന്നെ അതിനുശേഷം ഈ പോയിൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ പഠിച്ചു. മീൻസ് വായിച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ, ഞാൻ എഴുതി പഠിച്ചില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവസാനം എക്സാമിൻ്റെ തലേസാണ് ഞാനിതൊക്കെ പഠിക്കുന്നത്. എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള പിക്ചർ, അതായത് ചിത്രങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, ചിത്രങ്ങളൊക്കെ പഠിക്കും. അതേപോലെ തന്നെ ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനെ പറഞ്ഞു പഠിക്കും. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നടക്കാണ്ട്, 1/2 മണിക്കൂറില്ല 1 മണിക്കൂറാണ്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു നടത്തി 1/2 മണിക്കൂറാവും. കുറച്ച് നേരത്തെ ഇറങ്ങും വീട്ടിൽ. അങ്ങനെ സ്കൂളെത്തി ഞാൻ അന്നിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചിൽ 2 ആൾക്കാർ വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നു, എൻ്റെ സീനിയർ ആ സൈഡിൽ ഇരിക്കുന്നു. അതേപോലെ ഒരു ജൂനിയർ ഒരു സീനിയർ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലത്തെ ബെഞ്ചിൽ എൻ്റെ ഒരു സീനിയർ ഇരിക്കുന്നു. അപ്പോൾ ഇയാളെന്നെ ചോദിച്ചു ഇതിൻ്റെ എക്സാം എന്തെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ED ആണ് എക്സാം എന്ന്. അപ്പോൾ ഇപ്പം എന്നോട് പറയാം ED എക്സാം മോളെ ഫസ്റ്റ് ഇയർ, അതായത് +1 തന്നെ എഴുതിയെടുത്തോ, അതാകുമ്പോൾ സുഖമായി. മീൻസ് +1 സമയത്ത് നമുക്ക് എന്താ പറയുക, ഇപ്പം ഫസ്റ്റ് ഇയറിലെ മാർക്ക് അല്ലാണ്ട് സെക്കൻഡ് ഇയർ മാർക്ക് കൂടി പിടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ മാർക്ക് കുറവായാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഫെയിലാവില്ല. അങ്ങനെ മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. ഇവൻ്റെ അടുത്ത് പറയുന്നത് സെക്കൻഡ് ഇയർ അതായത് +2 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മാത്സാണ് സബ്ജക്റ്റിൽ, പിന്നെ ഇഷ്ടം പോലെ എഴുതാനായിട്ട് പാസ്സാവുകയില്ല. അതായത് +1 തന്നെ ഇക്കൊല്ലം തന്നെ എങ്ങനെയെങ്കിലും എഴുതിയെടുത്തോ എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒന്നാമത് പഠിച്ചിനോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിച്ചിരുന്നു. ഒരു ദിവസം ഞാൻ നല്ലതുപോലെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഓർമ്മയുണ്ടായിരുന്നു. ഇവൻ്റെ അടുത്ത് ഇത് കേട്ടത് എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോയി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു തുടങ്ങി. എനിക്കാണിങ്ങനെ ഇടിക്കുന്നുണ്ട്. കാരണം എന്താ, എക്സാമിൽ ഫെയിലായാലോ പഠിച്ചതൊന്നും ഓർമ്മയില്ലാലോ എന്നുള്ളതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പഠിച്ച സാധനം വരെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവസാനം എൻ്റെ തൊട്ടപ്പുറമുള്ള കുട്ടിക്ക് കൊടുത്ത് എനിക്ക് പേപ്പർ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പഠിച്ച എല്ലാ സാധനമുണ്ട്. ഞാൻ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് പേപ്പർ നോക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പുറമുള്ള സീനിയർ ചോദിച്ചു പഠിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലേ, സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി ഇതിൻ്റെ ആൻസർ എന്താ. അപ്പൻ്റെ ലൈൻ കട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒന്നുമില്ല മൈൻഡിൽ. പിന്നെ എനിക്ക് പിന്നെയും ടെൻഷനായി, അയ്യോ ഞാൻ പഠിച്ച സാധനം എനിക്ക് ഓർമ്മയില്ലാത്ത അങ്ങനെ ഒരു ഇതായി. പക്ഷേ സത്യം പറയാലോ, അപ്പോൾ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ 1 വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ എനിക്കറിയാം. ഞാൻ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല, എഴുതി തുടങ്ങാം. 1 വേർഡൊക്കെ ഞാൻ പഠിച്ച സാധനമൊക്കെ ആണ് വന്നത്. അപ്പോൾ ഞാൻ എഴുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞ്, അതായത് ഞാൻ പറഞ്ഞല്ലോ 7 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ, വലിയ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ് എൻ്റെ മൈൻഡിൽ നിൽക്കാത്ത പോയിൻ്റൊക്കെ. പക്ഷെ ഞാൻ എഴുതി തുടങ്ങി. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിയത് നമ്മുടെ കൈ താനേ ചലിക്കൂലേ, അതേപോലെ എൻ്റെ കൈ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാക്കുകളൊക്കെ താനെ വരുന്നത് പോലെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒഴുക്കിനൊത്ത് നിന്നോന്ന് ഞാൻ പറയുക. അതേപോലെ തന്നെ അങ്ങ് എഴുതി പോകുമായിരുന്നു. അപ്പം എനിക്ക് എന്താ പറയുക, എനിക്ക് അന്നേരം എനിക്ക് ഗുഡൻസ് മനസ്സിലായി. ഞാൻ ഇന്നലെ എഴുതി പഠിച്ചത് അതേപടി അങ്ങോട്ട് എഴുതി പോകും. അപ്പം എനിക്ക് മനസ്സിലായി, എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾ മൈൻഡിലില്ലേലും നമ്മളത് അങ്ങനെ എഴുതി പോകും. എനിക്ക് പേഴ്സണലി എന്താ പറയുക, എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം നല്ലതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യും. എനിക്ക് ആകെ 5 ക്വസ്റ്റ്യൻ്റെ മീൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ
5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ 80-ലായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക മാർക്ക് വരിക. അപ്പോൾ 80-ൽ 75 മാർക്ക് ആ ഒരു സബ്ജക്റ്റ്. 75 മാർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എന്താ, ഞാൻ ഒരു ദിവസം ഞാൻ മെനക്കെട്ടിട്ടുള്ളൂ എക്സാമിന് വേണ്ടി. ഒരു ദിവസം ഞാൻ കേട്ടതുപോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിലെനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. കാരണം ഞാൻ അത്രയും ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. എനിക്ക് ഒരു ഡിസ്കഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചോദിക്കണം, ഫുഡ് കഴിക്കുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, ഫോണിൽ കളിക്കുന്നുണ്ട്, എന്നിട്ട് പോലും എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ കണ്ടുപിടിക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നെറ്റ് ഉണ്ടാക്കുക, അല്ലെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക നിങ്ങൾ സ്റ്റഡിയിൽ. സെക്കൻഡ് തിങ്, പോയിന്റ് ആയിട്ട് പഠിക്കാം. ഞാൻ പോയിന്റ് ആയിട്ടാണ് പഠിച്ചിരുന്നത്. എന്നിട്ട് ഞാനത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പാരഗ്രാഫായിട്ട് കുറേ എഴുതാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, ചിത്രങ്ങൾ കൂടുതലും പഠിച്ചു വെക്കാം. അതായത് വരച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വരച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ പോലും ചിത്രങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് അവസാനത്തെ പോയിന്റ്, എഴുതി പഠിക്കാം. എഴുതി പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പാണ് പാസ്സാക്കും. നിങ്ങളെ കൈകൾ നിങ്ങളെ പാസ്സാക്കും. എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരു കാര്യമാണത്. ആൻഡ് അവസാനം, അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന, അല്ലെ എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ.